ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഫാസി മുഹമ്മദ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ആമസോൺ ഫയർ TV സ്റ്റിക്ക് ലൈറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആമസോൺ ഫയർ TV സ്റ്റിക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഡിവൈസ്. ഈ ഡിവൈസ് ഓൺലൈനിൽ നിന്നും എങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇതുവരെയും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ആ വീഡിയോ കൊടുക്കുന്നുണ്ട്, ആ വീഡിയോ പോയി കാണുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പവർ ബാങ്കിനെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും നല്ലൊരു പവർ ബാങ്ക് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ചെറിയ പവർ ബാങ്ക് ആണ് എനിക്ക് കംഫർട്ടബിൾ, അതുപോലെ തന്നെ ഐഫോൺ സപ്പോർട്ടഡ് ആയിട്ടുള്ള പവർ ബാങ്ക് അവൈലബിൾ ആണോ എന്നുള്ള ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. എന്നാൽ ഐഫോണ് അതുപോലെ തന്നെ ആൻഡ്രോയിഡ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർ ബാങ്ക് ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ആ പവർ ബാങ്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇതുവരെയും കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് വരുന്നത്, ഈ ബോക്സിൻ്റെ മുകളിൽ വരുന്ന റേറ്റ് 3999 രൂപയാണ്. എന്നാൽ ഈ പ്രൊഡക്റ്റ് ഓൺലൈനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 2999 രൂപയ്ക്കാണ്. ആമസോൺ ഫയർ TV സ്റ്റിക്കിൻ്റെ ലൈറ്റും വരുന്നുണ്ട്, എന്നാൽ ലൈറ്റ് അല്ലാത്ത പ്രൊഡക്റ്റും വരുന്നുണ്ട്. ആമസോൺ ഫയർ TV സ്റ്റിക്ക് എന്ന് എഴുതിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും വരുന്നുണ്ട്. ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഇതിനേക്കാളും ജസ്റ്റ് 1000 റുപ്പീസ് കൂടുതലാണ്. അതിലുള്ള ഡിഫറൻസും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ ഡിവൈസും ഈ ഡിവൈസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരിക. ഇതാണ് ആമസോൺ ഫയർ TV സ്റ്റിക്ക് ലൈറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടോളൂ. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് നമുക്കൊന്ന് ആദ്യം അൺബോക്സ് ചെയ്ത് നോക്കാം. ഈ പ്രൊഡക്റ്റ് കൺട്രോൾ ചെയ്യുന്ന റിമോട്ടാണിത്. ഇതാണ് ആമസോൺ ഫയർ TV സ്റ്റിക്കും ആമസോൺ ഫയർ TV ലൈറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. വോളിയം ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. വോളിയം ബട്ടൺ ആമസോൺ ഫയർ TV സ്റ്റിക്ക് ലൈറ്റിൽ വരുന്നില്ല. ഓക്കെ, ഒരു മൈക്രോ USB കേബിൾ വരുന്നുണ്ട്. സി പോർട്ട് അല്ല, മൈക്രോ USB കേബിളാണ് വരുന്നത്. ഹലോ ഫയർ TV സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാറ്റലോഗ് വരുന്നുണ്ട്. ആമസോണിൻ്റെ സിമ്പിൾ വരുന്ന ഒരു ചെറിയ ബോക്സാണ്. OTG കേബിളിൻ്റെ ഒക്കെ പോലുള്ളൊരു ഡിവൈസാണ്. എക്സ്റ്റൻഷനാണ്, HDMI പോർട്ടുള്ള എക്സ്റ്റൻഷനാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ആമസോൺ ഫയർ TV സ്റ്റിക്ക് ലൈറ്റ് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ്. നമ്മുടെ ഒരു പെൻ ഡ്രൈവിൻ്റെ ഒക്കെ പോലെയുള്ള ഒരു ഡിവൈസാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞിരുന്നു. നമ്മുടെ TV-യുടെ USB പോർട്ടിലോട്ടാണ് കൊടുക്കുക എന്നുള്ളത്. എന്നാൽ USB പോർട്ടിലോട്ടല്ല കൊടുക്കേണ്ടത്, നമ്മുടെ TV-യുടെ HDMI പോർട്ടിലോട്ടാണ് കൊടുക്കേണ്ടത്. HDMI പോർട്ടിലോട്ട് കൊടുക്കുന്നതോടുകൂടി ഈ ഡിവൈസ് എന്ന് പറയുന്നത്, ഈ ചെറിയ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഈ ഡിവൈസ് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ അതുപോലെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ പ്രോസസ്സർ ഉണ്ട്, റാം ഉണ്ട്, ചെറിയൊരു മിനി കമ്പ്യൂട്ടർ എന്ന് തന്നെ ഈ പ്രൊഡക്റ്റ് നമുക്ക് പറയാം. ഈ പ്രൊഡക്റ്റ് നമ്മുടെ TV-യുടെ HDMI പോർട്ടിൽ, സാധാ TV-യുടെ ബാക്കിലുള്ള HDMI പോർട്ടിലോട്ട് കണക്ട് ചെയ്യുന്നതോടുകൂടെ TV സ്മാർട്ട് TV ആയിട്ട് മാറുകയാണ്. നമ്മുടെ വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈസിൻ്റെ വൈഫൈ റിസീവറിലൂടെ നമ്മുടെ ആ വൈഫൈ ഇതിലോട്ട് റിസീവ് ആവും. നമ്മുടെ TV-യിൽ പിന്നെ കാണിക്കുന്നത് ഈ ഡിവൈസിലൂടെ നമുക്ക് യൂട്യൂബ് സ്ട്രീം ചെയ്യാം, ആമസോൺ സ്ട്രീം ചെയ്യാം, നമ്മുടെ ഫോൺ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെയൊക്കെ നമുക്ക് ഒരുവിധം നമ്മുടെ TV-യിലും ഇൻ്റർനെറ്റ് എനാബിൾഡ് ആയിട്ട് ഈ പ്രൊഡക്റ്റ് വഴി നമുക്ക് എല്ലാ വീഡിയോസും കാര്യങ്ങളും സ്ട്രീം ചെയ്യാൻ കഴിയും. രണ്ട് ആമസോൺ ബേസിക്സ് എന്ന് എഴുതിയിട്ടുള്ള ബാറ്ററീസ് വരുന്നുണ്ട്. ആമസോൺ എന്ന് എഴുതിയിട്ടുള്ള ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്. മൈക്രോ USB പോർട്ട്. നമ്മുടെ ആമസോൺ ഫയർ TV സ്റ്റിക്ക് എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ ഇവിടെ ഒരു പോർട്ട് നൽകിയിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ. പോർട്ടിൽ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നു. ഈ അഡാപ്റ്ററിൻ്റെ ബാക്കിൽ ജസ്റ്റ് ഇത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസിലോട്ടുള്ള പവർ ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ TV-യുടെ ബാക്കിലുള്ള പവർ പ്ലഗിൽ ഇത് ജസ്റ്റ് കണക്ട് ചെയ്യുക. ഈ ഡിവൈസ് HDMI പോർട്ട്, TV-യുടെ HDMI പോർട്ടിലും ഇൻസേർട്ട് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിവൈസ് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. TV-യിൽ ജസ്റ്റ് HDMI എന്നുള്ള സെക്ഷനിലോട്ട് റിമോട്ടിൽ മാറ്റി കഴിഞ്ഞാൽ പിന്നീട് TV-യിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ഈ ഡിവൈസിൽ നിന്നായിരിക്കും. അപ്പോൾ അത്രയും സിമ്പിളാണ് നമ്മുടെ TV സ്മാർട്ട് TV ആക്കാൻ. ഈ കേബിൾ എന്ന് പറഞ്ഞാൽ ഇത് എക്സ്റ്റൻഷൻ കേബിളാണ്. ജസ്റ്റ് ഈ കേബിളിൽ ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ TV-യുടെ ബാക്ക് സൈഡിലാണല്ലോ ഈ HDMI പോർട്ട് എന്നുള്ളത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഈ പ്രൊഡക്റ്റ് അങ്ങനെ നമ്മൾ റിസ്ക് എടുത്തൊന്നും ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ജസ്റ്റ് ചെറിയൊരു ഡിവൈസാണ് ഇത്, എക്സ്റ്റൻഷൻ കേബിൾ. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഈ റിമോട്ടിൽ ഈ ബാറ്ററി ഇൻസേർട്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം.
ആമസോണിൻ്റെ അലക്സ എന്ന് പറയുന്ന ആ സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1080p HD റെസൊല്യൂഷൻ ഈ പ്രൊഡക്റ്റിൽ കിട്ടുന്നുണ്ട്. ക്വാഡ് കോർ പ്രോസസ്സറാണ് ഈ ഡിവൈസിൽ വരുന്നത്. വൈഫൈ എനാബിൾഡ് ആയിട്ടുള്ള ഡിവൈസാണ്. ഇത്രയേ ഉള്ളൂ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ. പിന്നീട് ഈ പ്രൊഡക്റ്റിൻ്റെ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് വായിക്കാം. ഇതിൽ ആദ്യം ഫയർ TV സ്റ്റിക്ക് വരുന്നുണ്ട്, ഒരു വോയിസ് റിമോട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു പവർ അഡാപ്റ്റർ വരുന്നുണ്ട്, USB കേബിൾ വരുന്നുണ്ട്, ഒരു എക്സ്റ്റൻഷൻ കേബിൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ 2 ബാറ്ററീസും വരുന്നുണ്ട്. ഇതിൽ ഇൻസേർട്ട് ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ആ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി ഈ ഡിവൈസ് നമ്മുടെ TV-യിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം TV-യിൽ എങ്ങനെ ഈ ഡിവൈസ് പ്രവർത്തിക്കും എന്നുള്ളത് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാം, കാരണം നമുക്ക് വാച്ച് അവർ കൂടി കിട്ടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ HDMI പോർട്ട്. HDMI പോർട്ടിലെ എക്സ്റ്റൻഷൻ വെച്ചിട്ട് ആ ഡിവൈസ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആമസോണിൻ്റെ പവർ പ്ലഗ് കൊടുത്തിട്ടുള്ളത് TV-യുടെ സ്റ്റെബിലൈസറിലോട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുകയാണ്. TV-യിൽ നമുക്ക് AV കണക്ഷൻ ഉണ്ട്, HDMI കണക്ഷൻ ഉണ്ട്, USB കണക്ഷൻ ഉണ്ട്. അപ്പോൾ HDMI കണക്ഷനിലോട്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. കണക്ട് ടു യുവർ നെറ്റ്വർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വൈഫൈ കണക്ഷൻ അതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൽ സൈൻ ഇൻ ടു ആമസോൺ അക്കൗണ്ട് എന്നാണ് പറയുന്നത്. ആമസോൺ അക്കൗണ്ട്, നമ്മുടെ ആമസോൺ അക്കൗണ്ടിലോട്ട് സൈൻ ഇൻ ചെയ്യാനാണ് പറയുന്നത്. സൈൻ ഇൻ ചെയ്യേണ്ട പ്രോസസ്സൊക്കെ വളരെ സിമ്പിളാണ്. നമ്മുടെ മൊബൈലിൽ ഇനി പുതിയ അക്കൗണ്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മൊബൈലിൽ അക്കൗണ്ട് ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതുള്ളൂ. ചൂസ് യുവർ ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്തു. ഫയർ TV സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഫയർ TV സ്റ്റാർട്ടായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലേ സ്റ്റോർ ഇതിൽ അവൈലബിൾ ആണ്. ഒരു ആൻഡ്രോയിഡ് ഡിവൈസ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ എൻ്റർ ചെയ്തിട്ട് യൂട്യൂബ് എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മുടെ യൂട്യൂബിൽ സൈൻ ഇൻ ചെയ്യുക. നമ്മുടെ മൊബൈലിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ യൂട്യൂബിൻ്റെ ഇൻ്റർഫേസാണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഞാനൊരു വീഡിയോ പ്ലേ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ബഫറിംഗ് ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. നമ്മൾ കേബിൾ TV അങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഒരു ലാഗും ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നെറ്റിൻ്റെ സ്പീഡ് വരുന്നത് 50 Mbps ആണ്. നമ്മുടെ മോഡം TV-യുടെ അടുത്തൊന്നും വെച്ചിട്ടില്ല, വീട്ടിൽ മുകളിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ടും ഒരു ബഫറിംഗ് ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെടുന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.